കാര്യം ചോദിക്കുന്ന അച്ഛന് വിരോധമുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ. അച്ഛന് ന്യൂജേഴ്സി, അത്രയേ ഉള്ളൂ. ന്യൂജേഴ്സി പള്ളിയിലെ വികാരിയാണെന്നറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂജേഴ്സി പള്ളിയിൽ പെരുന്നാളായിരുന്നു. പക്ഷെങ്കിൽ ജ്ഞാനാധിപത്രാസനത്തിൻ്റെ അധിപനായ മോർ സെവേറിയോസ് തിരുമേനി അവിടെ പള്ളിയിൽ വന്നില്ല എന്നറിഞ്ഞു. ഒരു ഹോട്ടലിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ വിവരം അച്ഛനവിടുത്തെ വികാരി ആയതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുന്നു. അതിൻ്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും പല വിവരങ്ങളാണ് കിട്ടുന്നത്. ശരിയായിട്ടുള്ള വിവരം അച്ഛൻ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിക്കുന്നു. തരാം. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ വിചാരിച്ചു ഇദ്ദേഹം പാട്ടുകാരൻ മാത്രമാണ്, ചോദ്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഇപ്പോഴാണ് മനസ്സിലായി. എന്തായാലും ഞാൻ ന്യൂജേഴ്സി പള്ളിയുടെ വികാരിയാണ്. ഹാർട്ട്ഫോർഡ് ഒരു കാര്യം ഒരുമാതിരിപ്പെട്ട രീതിയിൽ പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മുഴുവൻ പള്ളികളുടെയും വികാരി. കാരണം വികാരി എന്ന് പറയുമ്പോൾ ഞാനിത് എങ്ങാണ്ട് പ്രസംഗിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് എൻ്റെ വിചാരം. വിശ്വാസികളുടെ മനസ്സിനെ, അവരുടെ മനസ്സിലുള്ളതായ ചിന്തകളെ ആരാഞ്ഞ് അറിയുവാൻ കഴിവുള്ളവനായി. ഇപ്പോൾ കൊച്ചുമോനെ കാണുമ്പോൾ കൊച്ചുമോൻ്റെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് കാണുവാൻ എനിക്ക് കഴിയുമെങ്കിൽ മാത്രമേ എനിക്ക് വികാരിയാകാൻ പറ്റൂ. അല്ലാത്തൊരു വികാരമില്ലാത്തൊരു വികാരിയാകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ന്യൂജേഴ്സി പള്ളിയുടെ വികാരിയാണ്. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവിടെ കഴിഞ്ഞ ആഴ്ച പെരുന്നാളായിരുന്നു. ഇന്ന് വരെയും ന്യൂജേഴ്സി പള്ളി കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ ഒരു ജനക്കൂട്ടം, ഏകദേശം നിയർ അബൌട്ട് 800 പീപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വികാരിയായ ശേഷമുള്ള പെരുന്നാൾ വിളിച്ച കേമമായിട്ട് നടക്കട്ടെ. പെരുന്നാൾ നടത്തുന്നവരോട് ഞാൻ പറഞ്ഞു, താൻ വിഷമിക്കണ്ട, ഭക്ഷണമൊക്കെ താൻ വിചാരിച്ചോളം ഓർഡർ, ബാക്കിയൊക്കെ ഞാൻ കൊടുത്തോളാം. അങ്ങനെ പെരുന്നാൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അഭിമന്യനായ സിൽവാനിയോസ് തിരുമേനിയെ പെരുന്നാളിനെ ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ പഠിത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതായിട്ട് പോവുകയാണ്, അതുകൊണ്ട് സെപ്റ്റംബറിൽ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഞാൻ തീത്തോസ് തിരുമേനിയെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. യാക്കോബായ സുറിയാനി സഭയുടെ നോർത്ത് ഈസ്റ്റ് ഏരിയയുടെ മെത്രാപ്പൊലീത്താണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹവും സ്ഥലത്തില്ലാതെ പോലെ അത് കഴിഞ്ഞാൽ വിളിക്കുന്നതാണ് ഇപ്പോഴത്തെ പാത്രിക് ബാബ. അന്ന് മെത്രാച്ചനെയാണ് അല്ലാത്തപ്പോഴൊക്കെ വിളിക്കുന്നത്. നമ്മുടെ ശവസംസ്കാരങ്ങൾക്കൊക്കെ തിരുമേനി പെരുമായിരുന്നു. കരിയും കൂറുള്ള തിരുമേനി അദ്ദേഹവും ഞാനുമായിട്ട്, അദ്ദേഹം മെത്രാനയുടെ വന്ന കാലം മുതൽ വളരെ അടുത്ത പരിചയമാണ്, വളരെ സ്നേഹബന്ധത്തിലാണ്. അപ്പം ഇവരെ എല്ലാം വിളിച്ചപ്പോൾ ആരെയും കിട്ടിയില്ല. അപ്പോൾ അന്ന് അച്ഛന്മാരെ ചൊല്ലി പെരുന്നാൾ നടക്കട്ടെന്ന് ചൊല്ലി യാക്കോബായിലെ അച്ഛനെയൊക്കെ ക്ഷണിച്ചു. എന്നാൽ പിന്നീടാണ് അറിഞ്ഞത് അഭിമന്യനായ സേവേറിയോസ് തിരുമേനി തിരുമനസ്സുകൊണ്ട് ചിക്കാഗോയിൽ നടക്കുന്നതായ ജ്ഞാനായ കത്തോലിക്കരുടെ കൺവെൻഷന് വരുന്നെന്ന് കേട്ടു. അപ്പോൾ ഞാൻ തിരുമേനിയെ കൂടെ വരുന്നാലും ഒന്ന് ക്ഷണിച്ചേക്കാമെന്ന് വിചാരിച്ചു. തിരുമേനി വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പെരുന്നാൾ നടത്തുന്ന ആളുമായിട്ട് സംസാരിച്ച് ഞാൻ തിരുമേനി ഇന്ത്യയിലേക്ക് വിളിച്ചു. തിരുമേനിക്ക് സൗകര്യപ്പെടുമെങ്കിൽ ഈ പെരുന്നാളിലൊന്ന് സംബന്ധിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ തിരുമേനി പറഞ്ഞു, എനിക്ക് വ്യാഴാഴ്ചയാണ് അവിടെ പരിപാടി, വെള്ളിയാഴ്ച അവിടെ തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ന്യൂയോർക്ക് JFK ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ന്യൂയോർക്ക് ഏരിയയിലേക്ക് വരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മുറിയൊക്കെ ബുക്ക് ചെയ്ത് തിരുമേനി. അല്ലാതെ തിരുമേനി വന്നതിൽ യാതൊരു പൊളിറ്റിക്സും ഇല്ലായിരുന്നു. ഞാൻ ക്ഷണിച്ചു, അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. നിങ്ങൾക്കറിയാം, ഞാനും അദ്ദേഹവുമായിട്ട് വലിയ ഇരിപ്പിലുള്ള ആളുകളല്ല. എങ്കിലും എൻ്റെ തിരുമേനിയാണ്. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം വരാമെന്ന് സംബന്ധിച്ചു. അതൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഏതോ ചില ആളുകൾ അതിൽ ബന്ധപ്പെട്ടു, മെത്രാച്ചന്മാരൊക്കെ അതിൽ ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ ഇനി അമേരിക്കയിലേക്ക് വരുന്നതിന് പാത്രിക്കീസ് ബാവായുടെയും ഇവിടുത്തെ റീജിയണൽ ബിഷപ്പിൻ്റെയും അനുവാദം വാങ്ങാതെ അമേരിക്കക്കാർ കുത്തി എന്തെങ്കിലും പരിപാടികൾ സംബന്ധിച്ച് അന്നേരം മുടക്കുമെന്നൊരു കണ്ടത്. അപ്പം ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ അതിർത്തിയിലാണ് ഇപ്പോൾ തിരുമേനി, ഞാനാണ് ഇവിടുത്തെ SI.
അതുകൊണ്ട് ഞാൻ തിരുമേനി പ്രൊട്ടക്ട് എൻ്റെ മേൽപ്പട്ടക്കാരൻ മേലുദ്യോഗസ്ഥൻ വരുമ്പോൾ സ്ഥലത്ത് വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടി ആ സ്ഥലത്ത് എസ് ഐയുടെ ജോലിയാണ്. അതുകൊണ്ട് തിരുമേനി ഞാൻ പള്ളിയിലേക്ക് കൊണ്ടുവന്നില്ല, ഞാനായിട്ട് പള്ളിയിൽ കൊണ്ടുപോയി ഒരു വലിയ വിപത്ത് വരുത്തി വെക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായി. പാത്രികീസ് ബാവായുമായിട്ട് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചു. തിരുമേനി ഇവിടെ ഉണ്ട്, ഞാൻ ക്ഷണിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യത്തിന് മടങ്ങിയില്ല. നിങ്ങളെന്താന്ന് ചെയ്തു, ഞാൻ എൻ്റെ വഴി നോക്കുമെന്നു, എൻ്റെ അർത്ഥം മുടക്കുമെന്ന്. അഭിനന്ദനായ സിൽവാനിയോസ് തിരുമേനിയെ സേവേറിയോസ് തിരുമേനിയെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച് ഞാൻ നേരിട്ട് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു എന്നാന്ന് വെച്ചാൽ കാണിച്ചു, ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൈകാര്യം ചെയ്തിട്ടുണ്ടാകുന്നത്. അങ്ങനെ ആണ് അദ്ദേഹം ഈ ഞായറാഴ്ച ദിവസം ജ്ഞാനായ സമുദായത്തിൻ്റെ വലിയ മെത്രാപ്പോലീത്ത ഹോട്ടലിലിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പം അതിനൊത്തിരി ആളുകൾ പറയുന്നുണ്ട്, തിരുമേനി അവിടെ കുർബാന നടക്കുമ്പോൾ അവിടെ വരാതെ സ്വിമ്മിംഗ് പൂളുള്ള ഹോട്ടലിലൊക്കെ താമസിച്ച് സുഖിക്കുകയായിരുന്നൊക്കെ പറയുന്ന ആളുകൾ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിൻ്റെ വേദന എത്രമാത്രമാണെന്ന് നേരിട്ട് കണ്ട ആളാണ് ഞാൻ. അദ്ദേഹത്തെ എതിർത്ത് ഒത്തിരി ആളുകൾ ഹോട്ടലിൽ വന്ന് അദ്ദേഹത്തെ കണ്ടു. കാരണം അന്ന് 25% ആളുകൾ സിൽവാനിയോസ് തിരുമേനിയുടെ പക്ഷത്തുണ്ടായിരുന്നു. ഇന്നത് 10 മാറി. കാരണം അദ്ദേഹം ചെയ്ത ആ വലിയ നീചതയോടെ കൂട്ടുനിൽക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം ജയിച്ചെന്ന്. ജയിക്കില്ല. ജ്ഞാനായക്കാരെ മുഴുവനും അന്ത്യോക്യയുടെ നേരിട്ടുള്ള ഭരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ജ്ഞാനായക്കാരൻ്റെ ശിരകളിൽ കൂടി രക്തം ഓടുമ്പോൾ എൻ്റെ കൊക്കിന് ശ്വാസമുള്ള ഒരു കാലം ജ്ഞാനായ സമുദായത്തിൻ്റെ പാരമ്പര്യങ്ങളെയും അതിൻ്റെ വിശ്വാസങ്ങളെയും അതിൻ്റെ സ്വയം ഭരണ അധികാരത്തെയും ബലിയർപ്പിക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കുന്നു. ആയതിന് സപ്പോർട്ട് ചെയ്യുന്ന മെത്രാച്ചന്മാരാണെങ്കിൽ നിഷ്കരണം അവരെ പിടിച്ച് പുറന്തള്ളുവാൻ ജ്ഞാനായക്കാരെ മടിക്കുകയില്ല എന്നുള്ളതായ ശക്തമായ താക്കീത് ഞാൻ അവർക്ക് നൽകുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കും.